ജോളി ആലപ്പുഴയിൽ നിന്നും സംസാരിക്കുക. ഇന്ന് രാവിലെ മുരളീധരൻ പറയുന്ന കേട്ടു ഗവൺമെന്റിനോട് ആക്ഷേപിച്ചു അവന് മാങ്കുട്ടത്തിന് ശിക്ഷ കൊടുക്കാനായിട്ട്. അവന്റെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ മുരളീധരൻ അങ്ങ് മറന്നുപോയോ? അവനെ പോലെ വേശ്യാവൃത്തി ചെയ്ത ഒരു മനുഷ്യരുമില്ല പാർട്ടി ഓഫീസിൽ. അവൻ അതൊക്കെയൊക്കെ മറന്നുപോയിട്ടാണ് ഇപ്പൊ പറയുന്നത്. എന്നാൽ അവൻ ചോദിക്കണ്ടായോ? എത്രയോ എണ്ണത്തിന് അമ്പലക്കള്ളപ്പാരെ എല്ലാം പിടിച്ച് ഇട്ടിരിക്കുന്നു. അവരെ എന്താ ശിക്ഷിക്കാത്തത്? അവരുടെ മെമ്പർഷിപ്പ് മാറ്റുന്നില്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാരെ. മാങ്കൂട്ടത്തിന്റെ പുറകെ ഇവൻ എന്തിനാ നടക്കുന്നത്? ഇവൻ അതൊക്കെയൊക്കെ മറന്നുപോയോ? അവന്റെ അപ്പൻ കരുണാകരൻ കാലുമാറിയായിരുന്നു. അവന്റെ പെങ്ങൾ കണ്ടിപ്പം പോയിരിക്കുന്നു BJP-യുടെ പുറകെ. ഇനി ഇവന് ഒരു കഴിവില്ലാത്തതിനാ ചുമ്മാതെ പിന്നെ ഒരു ചീഫ് മിനിസ്റ്ററിന്റെ മോനാണെന്നും പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്ന ആ ചെറുക്കനെ കൂടെ ചതിക്കും ഇവനെ. ആരുടെ? ആ കാർത്തികേയന്റെ മോനാണ്. നല്ല ചെറുക്കനെ പോലും ഇവൻ ചതിക്കും. അങ്ങനത്തവനാണ്. ഇവനൊരു കഴിവില്ല. ഇവൻ രാവിലെ പറയുന്നത് ഗവൺമെന്റ് അവന് ഇതെടുക്കട്ടെന്ന്. അതാ ഇത് മുരളീധരൻ നീ അങ്ങ് മറന്നുപോയോ? നീ പാർട്ടി ഓഫീസിൽ എത്ര പ്രാവശ്യം വേശ്യാവൃത്തി ചെയ്തിട്ടുണ്ട്? അതൊക്കെ നീ അങ്ങ് മറന്നുപോയോ? ഞാൻ ഇങ്ങനെയാണോ പറയുന്നത്? ആ ചെറുക്കനെ ഒരു സമാധാനത്തിൽ വരുമായിരുന്നു. ഇപ്പൊ അവനെ പിന്നെയും കൊടുക്കാൻ വേണ്ടി കഴിക്കുന്നു ഈ സതീശൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ല സതീശൻ പിണറായിയുടെ എഗ്രിമെന്റ് എടുത്തിരിക്കും. അതോ കോൺഗ്രസിനെ തോൽപ്പിച്ച് കാണിക്കാവുന്നും കണ്ട്. പിന്നെ അതുപോലെ തന്നെ സതീശനായി ഇന്നലെ ഈ പരിപാടി ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല. സതീശൻ പെണ്ടിയെ എല്ലായിടത്തും അവൻ തോറ്റുപോകും. അവൻ ഇനി അവന്റെ പേര് പോലും കാണത്തില്ല. പറവൂരിലും കാണത്തില്ല, എറണാകുളത്തും കാണത്തില്ല. അവന് ഓടി പാലക്കാട് 2 പ്രാവശ്യം പോയി മാങ്കൂട്ടം അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇവന് വേറെ എങ്ങും പോകാൻ സ്ഥലമില്ലയോ? ഇവന് എറണാകുളത്ത് ഇങ്ങനെ എത്തിച്ചിട്ട് ഇതൊക്കെ പോകാൻ സ്ഥലമില്ല അല്ലെ? പറവൂരിൽ പോകാൻ എല്ലായിടത്തും ഇപ്പം തെരഞ്ഞെടുപ്പല്ലേ, അവിടെ ഒന്നും പോകണ്ടേ? അവന് പാലക്കാട് മാത്രം പോയി ഷോ കാണിക്കാനായിട്ട് സതീശൻ അവൻ ഇന്നലെ ഇത് ചെയ്ത് കൊടുത്തതാ. അവൻ ആ മാങ്കൂട്ടത്തിനോട് വളരെ ഇത് കാരണം. എന്നാൽ നീ ഒന്ന് ധൈര്യമായിട്ട് ഈ തെണ്ടി ആരാ ഓപ്പോസിഷൻ ലീഡർ ആക്കിയത്? ഒരു വാപളിച്ച് സംസാരിക്കാനുണ്ട്. കമ്മ്യൂണിസ്റ്റിന്റെ എല്ലാ എണ്ണവും പോയി ജയിലിൽ കിടക്കുന്നു, ഇത് ചെയ്യുന്നു. എന്നിട്ട് അതൊന്നും നല്ലവണ്ണം പറയാൻ പോലും അറിയത്തില്ല. ഈ മുരളീധരന്റെ വായിലെന്തോ അത് പറയാനായിട്ട്. അവരെത്ര ആക്ഷൻ എടുത്തിരിക്കുന്ന അവരുടെ പാർട്ടിക്കാരുടെ ആൾക്കാരുടെ വേണ്ട വലിയ അവരുടെ പാർട്ടിക്കാർ 2-3 പോയി കിടക്കുന്നത്. അതുപോലെ തന്നെ എപ്പരണത്തിന് ഇനിയും ഇത് ചെയ്യാനിരിക്കുന്നു. അവനെ അതൊന്നും പറയാതെ മാങ്കൂട്ടത്തിന്റെ പുറകെ ആ കൊച്ചം നല്ല ഇതായിട്ട് പാലക്കാട് ഏറ്റവും തെളിഞ്ഞു വരിക. കോൺഗ്രസ് അവിടെ മൊത്തം എണ്ണം എല്ലാ പഞ്ചായത്തിലും കോൺഗ്രസ് ജയിച്ചിരിക്കുക. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും BJP-കാരും എല്ലാം വോട്ട് ചെയ്യാനായിട്ടിരിക്കുക. ഞങ്ങൾക്ക് ആലപ്പുഴക്കാർക്ക് അറിയാം ഈ കാര്യങ്ങൾ. ആ ചെറുക്കൻ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നവൻ ദിനരാത്തോടി നടക്കുക. ഇവനൊക്കെ പച്ച വെച്ച മുണ്ട് കൊടുത്ത് ഷർട്ട് വിട്ടോട്ട് അനങ്ങാൽ വിയർക്കാതെ മാറിയിരുന്നു കോൺഗ്രസിന്റെ തിന്നു മുടിക്കുന്നവൻ. അതുപോലെ തന്നെ ഈ കാലുവാരി രമേശൻ ഉസ്മാൻ അവനും മാങ്കൂട്ടത്തിന്റെ പുറകെയാ. അവൻ എന്താ കേട്ടോ? അവനൊരു മാധ്യമത്തിന് ഇത് കൊടുക്കുന്ന കണ്ട് അവന്റെ മോനെ ഇനി കോൺഗ്രസിൽ കയറ്റണമെന്ന്. അതാ തെണ്ടി നീ ആലപ്പുഴ ഈ പ്രാവശ്യം നീ ഒരിക്കലും അരിപ്പാടി ജയിക്കത്തില്ല. കാരണം നിന്റെ ഈ പ്രവൃത്തിയല്ലേ കോൺഗ്രസ്സുകാരൊരെണ്ണം നിനക്ക് വോട്ട് ചെയ്യത്തില്ല. കാരണം ഈ കൊച്ചിനെ താഴ്ത്തി കളഞ്ഞിട്ട് വേണം അവന്റെ മോനെ എടുക്കണം. അതുപോലെ തന്നെ വേറൊരു ചെറുക്കൻ അവിടെ ഏതാണ്ട് ഇലക്ഷൻ ഇത് ചെയ്തിട്ട് ആയിട്ടുണ്ട്. അവൻ കാരണം ഇവന്റെ മോന് ഇനി വരാനിരിക്കുന്നതിന് ഇവന്റെ മോന്റെ പ്രശ്നമാകുമെന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഇതിനകത്ത് കേട്ടു. അവനും ചെന്നിത്തലയ്ക്കും വലിയ സോക്കേടാ. അവനാണെങ്കിൽ ഇനിയും കോൺഗ്രസ് ഈ 26-ൽ വന്നില്ലെങ്കിൽ അവന് പ്രതിപക്ഷം ആകാൻ വേണ്ടി നോക്കിയിരിക്കുക. കാരണം അവനും അവന്റെ കുടുംബത്തിനും സുഖിക്കാനായിട്ട്. കോൺഗ്രസ് വന്നില്ല അവന് പ്രതിപക്ഷമാകാനിരിക്കുക. കാരണം കോൺഗ്രസ് വന്നില്ല ഇവൻ കേക്കച്ചൻ അങ്ങ് പോകും. കേക്കച്ചൻ ഇനി നിൽക്കത്തില്ല. അവന്റെ കൂട്ടുകാരിയെ കൊണ്ട് അവൻ പോകാനിരിക്കുക. അന്നേരം അതുകൊണ്ട് ഇവന് പ്രതിപക്ഷമാകാമെന്നും കണ്ടോണ്ടാ ഉസ്മാൻ ഗണേശൻ നടക്കുന്നത്. അവന്റെ മോനെ കൂടി ഇനിയും പാർട്ടിക്കകത്താക്കണമെന്ന് ഈ ചാനൽ ആകെയിലോട്ട് കൊണ്ടുവരണം. കോൺഗ്രസ്സുകാർ ഒരെണ്ണത്തിന് കോൺഗ്രസ് നേതാക്കളോട് ആന്നേലും പറയണം ഇവന്റെ ഒന്നും ഒറ്റ എണ്ണത്തിനെ എടുക്കരുത് കാലുവാരികളെ. ഇവനും സതീശനും ഈ കർണാടന്റെ ഈ മുരളീധരനും കൂടെ ഈ കോൺഗ്രസ് നശിപ്പിച്ചേക്കട്ടെ. മുരളീധരൻ രാവിലെ പറയുന്നു അവന് ഗവൺമെന്റ് ഇതെടുക്കട്ടെന്ന്. എടാ നിന്റെ അന്ന് നീ മറന്നുപോയോടാ? നിന്റെ അപ്പൻ കാലുവാരിയായിരുന്നു, നീ കാലുവാരിയാ. നിന്റെ പെങ്ങൾ ഓടിപ്പോയിരിക്കുന്നു. എന്നിട്ട് അവന്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പണ്ട് ഞങ്ങൾ ഇതിൽ കൂടെ കേട്ടിട്ടുള്ളതാ, ന്യൂസിൽ കൂടെ. അവൻ അതും ഉണ്ണിത്താൻ ഇന്നും പറയുന്ന കേട്ടില്ലേ ഓരോന്ന്. അങ്ങനെയുള്ളവന്മാരൊക്കെയായി ഈ ചെറുക്കന്റെ പുറകെ ഒന്നുമല്ലാത്തവൻ ആരാണ്ടൊരു ഇത് വിട്ടേക്കുന്ന ഒരു ശബ്ദരേഖ വിട്ടിരിക്കുന്നു. അത് എങ്ങനെ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ എന്തോ ചെയ്യാൻ വയ്യാത്ത ഒരു വയസ്സുള്ള കുഞ്ഞിന് വരെ അറിയാവുന്ന കാര്യങ്ങളാണ്.
അത് ഇട്ടിരിക്കുന്ന കണ്ടുകൊണ്ട് ഇവനൊപ്പം അവരുടെ പുറകെ ഈ കേക്കച്ചനോർക്ക് ഇപ്പം ഈ സമയത്ത് ഇവൻ കേക്കച്ചൻ ഇന്നാൾ ആരാണ്ട് പറയുന്ന പോലെ രാവിലെ കോൺഗ്രസും ഉച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റും രാത്രി BJP എന്ന് പറഞ്ഞ പോലെ കേക്കച്ചൻ ഇപ്പം ഈ പിണറായിയുടെ ഒരു കാര്യവും വരാതെ ഇരിക്കാൻ അവന്റെ ഇപ്പം 2 ദിവസമായിട്ട് ഇതിന്റെ പുറകെയല്ലേ എല്ലാവരും. ഏറ്റവും വലിയ കാര്യം കിടക്കുന്നു കമ്മ്യൂണിസ്റ്റിന്റെ, അതെല്ലാം കൊണ്ട് മാറ്റി വെച്ചേച്ച് ഇപ്പൊ ഈ മാങ്കൂട്ടത്തിന്റെ കാര്യം കൊണ്ട് നടക്കുക. ഈ കേക്കച്ചൻ പിണറായിയോട് എഗ്രിമെന്റ് എടുത്തിരിക്കുക. അവനെ ഓടിക്കത്തില്ല കോൺഗ്രസ്സുകാർ. എന്താ ഈ കോൺഗ്രസ്സുകാർ അവനെ ഇതിൽ മാറ്റിയെങ്കിൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടത്തുള്ളൂ. അവനെയും ഇവനെ അല്ലേലും കേക്കച്ചന് ഇപ്പൊ ഒന്നും ഇല്ലാതെ മാറിയിരിക്കും. അങ്ങനെ ഇട്ടിരുത്താ അവനെ ഈ കൊള്ളിയെല്ലാം ഒരിക്കൽ അവൻ മാറി നിൽക്കുക. കാരണം അല്ലേലും തന്നെ അവനെ ഒരു സൈഡ് ലൈൻ ചെയ്തിരിക്കുക ഓൾറെഡി. എന്നിട്ട് അവന് വേറെ എങ്ങും പോകാനില്ല. അവൻ ഇന്നലെ ഈ ന്യൂസ് കൊടുത്തേച്ച് അവൻ പാലക്കാട്ട് പോയിരിക്കുന്നു. എന്തിനാ പാലക്കാട്ട്? ആക്ച്വലി ഇവനെ ചൂലുകൊണ്ട് ആ പാലക്കാട്ടുകാർ ആക്ച്വലി അങ്ങനെ ചെയ്യേണ്ടേ. എന്നിട്ടും ആ കൊച്ചൻ ഒരു പ്രതികരണവും ചെയ്യുന്നില്ല. ഒരു നേതാക്കളുടെ ഒരു വേറെ ഏത് മനുഷ്യരാണെങ്കിലും അരച്ചും കൊണ്ട് എന്നും പറഞ്ഞു പോയന്. അവനൊന്നും പറയാതെ അവന്റെ ഹാർഡ് വർക്ക് ചെയ്യും അവന്. എന്നിട്ട് ഇവന്മാർക്കൊക്കെ സോക്കേട്. ഈ കേക്കച്ചനും ഈ കാലുവാരി ഉസ്മാൻ രമേശനും വലിയ സോക്കേടാ. അവന്റെ മോനെ ഇങ്ങോട്ട് പാർട്ടി കൊണ്ടുവരണം. ഈ പയ്യൻ നല്ല മിടുമിടുക്കനായ പയ്യനെ അധപ്പതിപ്പിച്ച് കളഞ്ഞിട്ട് ഇന്നാൾ മാധ്യമത്തിനോട് പറഞ്ഞു എന്റെ മോനും ഇതിനകത്ത് ചേരാം. കാരണം നീ കട്ടും മോട്ടിനും കുറെ സമ്പാദിച്ചു. നീ പ്രതിപക്ഷത്തിരിക്കാനായിട്ടിരിക്കുമല്ലേ 2026 അവനറിയാൻ കോൺഗ്രസ് വന്നില്ലേ അവനെ പ്രതിപക്ഷത്തിരിക്കുമെന്ന് കണ്ടോണ്ട്. ഇതൊന്നും കോൺഗ്രസ്സുകാർക്ക് ഈ ലീഡേഴ്സിനൊന്നും ഒരു അക്കലില്ലാത്തതിന് നമ്മളിപ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. സാധാ മനുഷ്യർക്കറിയാം ഇവന്മാർ 2-3 എണ്ണമായി ഇത് മുടിപ്പിക്കുന്നെന്നുള്ള. കേക്കച്ചന് ഉസ്മാൻ സതീശൻ രമേശൻ ഇവനെ ഒന്നും ഒരു വോട്ട് ചെയ്ത് ജയിപ്പിക്കരുത്. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് കുറച്ച് പേര് അരിപ്പാട് പോയി. തീർച്ചയായിട്ടും ആ സമയത്ത് ഇത് ചെയ്യും. വീടുകൾ കയറി ഇറങ്ങി പറഞ്ഞു ഇവനെ ഈ മാങ്കൂട്ടത്തിനെ എടുക്കാതെ ഇവന്മാരെ ഒന്നിനും ഒരു ജയിക്കാൻ ഇടയാക്കത്തില്ല. കാരണം അങ്ങനത്തെ സ്വഭാവം ഇവന്മാർക്കില്ല. ഇവന്മാരും മഹാസത്യങ്ങളായ ആ കൊച്ചൻ ആരുടെ ഒന്നിനും പോകുന്നില്ല. അവന്റെ ജോലി ചെയ്യുന്ന അവന് ജോലി ചെയ്യിപ്പിക്കാൻ സമ്മതിക്കത്തില്ല ഇവന്മാര്. ഇവന്മാർ ഇന്നത്തെ ആക്ഷനൊക്കെ കണ്ടായിരുന്നോ? കേക്കച്ചന്റെ ന്യൂസുകാരുടെ അടുത്ത് ചോയി പ്രസിഡന്റിനോട് ചോദിച്ചില്ലേ ഇവർ കാര്യം ഒപ്പിച്ചേച്ച് ആദ്യം റിപ്പോർട്ടറിന് കൊടുത്തു. അവന്മാരോട് ഇപ്പൊ ആരും അവരുടെ ചാനൽ നോക്കത്തില്ല. ഒത്തിരിയും പേര് നോക്കത്തില്ല. അതുപോലെ തന്നെ ഇന്നിപ്പം ഏഷ്യനെറ്റുകാരും ഇതെടുത്തില്ല. കാരണം ഏഷ്യനെറ്റുകാർക്ക് നല്ല അടി കിട്ടിയായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ ദേഷ്യപ്പെട്ടിട്ട് നോക്കത്തില്ലായിരുന്നു. ഞങ്ങളൊക്കെ 2 മാസത്തോളം നോക്കി. ഇതിപ്പം പിന്നെ ചില ന്യൂസിനൊക്കെ നോക്കാറുണ്ട്. പക്ഷെ കാരണം അവരതുകൊണ്ട് എടുത്തില്ല. അവിടെ ഒരു ജയശങ്കർ ഉണ്ടാവുണ്ടല്ലോ അവൻ വക്കീലാന്ന് എന്തോ വക്കീലാന്ന് ആർക്കറിയാം. അവനാണ് രാഹുലിനെ എപ്പോഴും ഇത് ചെയ്തോണ്ടിരിക്കുക, വിസർജിച്ചുകൊണ്ടിരിക്കുക. അവൻ എന്തോ സോക്കണമെന്ന് ആർക്കറിയാം. അവന് വക്കീൽ പണിയൊന്നുമില്ല. ഇങ്ങനത്തെ പണിക്ക് വേണ്ടി അവൻ കേക്കച്ചൻ രൂപ പൈസ കൊടുത്ത് കാണും. 3-4 ചാനലുണ്ട് ഇങ്ങനെ പുറകെ നടത്താം ആ ചെറുക്കനെ ആക്രമിക്കാനായിട്ട്. ആ കൊച്ചിനെ ജോലി ചെയ്യിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അവന് എന്തോ പറയണ്ടേ നിന്ന് സത്യത്തിൽ പറഞ്ഞാൽ ഇന്നലെ തൊട്ട് പിന്നെയും പ്രയാസമായി. കാരണം ഇതൊക്കെ കേട്ടാൽ ആർക്കാ വിഷമം വരാതിരിക്കുന്നത്? അവരവന്റെ മക്കളാകുമ്പോഴ ഇതുണ്ടോ അവന്റെ ഉസ്മാൻ ഇന്നലെ അവനും ഏതാണ്ട് പറഞ്ഞു പോകുന്ന കണ്ടു. ഉസ്മാൻ കാലുവാരി രമേശൻ പാർട്ടിയിൽ നിന്നെല്ലാം അവനെ ഇതിൽ നിന്നെല്ലാം അങ്ങ് മാറ്റണം. എടാ നീ നിന്റെ മോനെ രക്ഷപ്പെടുത്താനിരിക്കുക. ഒരിക്കലും ആകത്തില്ല. നിന്റെ മോനെ ദൈവം ഒരിക്കലും രക്ഷപ്പെടുത്താൻ സമ്മതിക്കത്തില്ല. കാരണം നീ ഒരു നല്ല ചെറുക്കനെ ഉപദ്രവിക്കട്ടെ കേക്കച്ചിട്ട് നീയും ആ മുരളീധരൻ ഈ 3 എണ്ണവും നേരത്തെ തൊട്ടേ ഇതാ. പിന്നെ ആരും ഇത്ര ഇത് കേക്കച്ചനെ മാത്രം ഒത്തിരി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. കേക്കച്ചൻ കാര്യം ഉണ്ടാക്കി മുമ്പിലോട്ടിട്ട് അങ്ങനെ ഇതായേക്കും. അവന്റെ നാണം കെട്ടതുപോലെ അവന്റെ ആർക്കും കേക്കച്ചന് നാണം കെടുത്തതുപോലെ ആർക്കും നാണം കെടുത്തിട്ടില്ല. അതുപോലെ അവന്റെ ദേശത്തും അവൻ താണ്ട ആ പാവം പിടിച്ച മനുഷ്യനെ ഗുണ്ടകളെ അടുപ്പിച്ച് വിട്ടേക്കുന്നത് കണ്ടില്ലേ? ഇവനും കേക്കച്ചനും ദൈവം ഗുണ്ടകളെ ഇറക്കിക്കോളും. അവനും അങ്ങനെ ഇരിക്കണ്ട. കാരണം ഒരാൾക്ക് വേണ്ടി ഒരു കുഴി കുഴിച്ചാൽ നീയും വീഴാതിരിക്കത്തില്ല. നീ ആ മനുഷ്യനെ ഗുണ്ടകളെ വിട്ട് അടിച്ചിട്ട് അവന്റെ ചേട്ടനും എല്ലാം
കൂടെ നാണമില്ലയോടെ അതിനൊക്കെ താരകത്തെ പെണ്ണിന്റെ കൂടെ നടന്നതിന് അവൾ എന്തോരം ചീത്ത വിളിക്കുക. അവള് വീഡിയോയ്ക്കകത്ത് എത്ര പ്രാവശ്യം വന്ന് ലോകമെല്ലാം കണ്ടില്ലേ, ഒരു 2 ലക്ഷം പേരെങ്കിലും കണ്ടു കാണും. അതല്ല, അത്രയ്ക്ക് നാണം കെട്ടവന്മാരൊക്കെയാണ് ഇതാ ചെയ്തിട്ട്. ആ കൊച്ചിന് എന്തോ അവൻ ചെയ്തെന്നറിയത്തില്ല, അവന് നീറ്റിൽ നിലയിൽ നിർത്തത്തില്ല. അവന്റെ അമ്മയെപ്പോലുള്ള അവന്റെ അമ്മ പിന്നെയും വിഷമം തുടങ്ങി കാണും. ആ തൊള്ളയുടെ കണ്ണുനീര് ഇവന്റെയൊക്കെ മണ്ടയ്ക്ക് വീഴും. ഇതായിട്ട് ഒരു മര്യാദയില്ലാത്ത കാര്യം നേരം വിളിച്ചാൽ മുന്നോട്ട് ഇന്നലെ തൊട്ട് തുടങ്ങിയതായത് കാര്യങ്ങൾ. ഇതങ്ങോട്ട് തുറന്നു നോക്കിയാൽ മാങ്കുട്ടത്തിന്റെ കാര്യം പറയാൻ മാത്രമേ ഉള്ളൂ സംഗതി, ആരുമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരത്തി ഒരു മനുഷ്യനെ കൊന്നവൻ, ആ മനുഷ്യനെ വിധവയും 2 മക്കളെയും അനാഥരാക്കിയവിടെ ആ അഹങ്കാരി പറയുന്ന കള്ളി നിന്നോട് രാഹുലിനെ കുറ്റപ്പെടുത്തുന്നു. ആ ദിവ്യ അവളെ വേണം നിധി ചെയ്യാനായിട്ട്. കാരണം അവൾ കമ്മ്യൂണിസ്റ്റുകാരാ, ഭരണക്കാരാ. അവർക്ക് എന്തു ആകുമല്ലോ ലോകത്ത്. എന്തു ആകും അവർ പറഞ്ഞാൽ അവർക്കൊരു ഇതുമില്ല. അവരെന്തോ കാണിച്ചാലും ഒന്നുമില്ല. ശബരിമലയിലെ അയ്യപ്പന്റെ മൊത്തം കെട്ടിട്ടും പാർട്ടിയിൽ നിന്ന് മാറ്റാതെ നിർത്തിയേക്കുക. ഒരു കഴിവില്ലാത്ത CPI ഉണ്ട്, അവർ ചുമ്മാ പറയും പിണറായിയുടെ വാലി കടിച്ച് നടക്കുന്നവരാ, അവരെ എതിർക്കത്തില്ല. ഇവന്മാരാരാ കോൺഗ്രസ്സുകാർ നല്ലപോലെ എതിർത്ത ഇതിനെപ്പറ്റി ഒരു സമരം ചെയ്തോ? രാഹുൽ ഉണ്ടായിരുന്ന ഇപ്പൊ എത്ര സമരം ചെയ്തേനെ, എന്തെല്ലാം ചെയ്തേനുമായിരുന്നേ. ആ കടകംപള്ളിയെയും ഇപ്പൊ എപ്പോഴേ അറസ്റ്റ് ചെയ്തേന് ചെയ്യുമായിരിക്കും, ആർക്കറിയാം. തന്ത്രിയൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നല്ലോ. കടകംപള്ളിയെ ഇതുവരെയും ഇത് ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ആ പാർട്ടിയിലുള്ളവന്മാർക്ക് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. കാരണം അവർ ഭരണ കക്ഷി ആയതുകൊണ്ട് ആരും ഒന്നും പറയാനില്ല, ഒന്നുമില്ല. ബിന്ദാസെല്ലാം അവരുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്തോളുക. എന്നിട്ട് അവരാ മാങ്കൂട്ടത്തിന്റെ പുറകെ നടക്കുന്നത്. എന്തോ പറയാനായിട്ട് സംസാരിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന കാരണം ഇന്നലെ തൊട്ട് പിന്നെയും ഈ വർത്താനം കേൾക്കുമ്പോ ആ കൊച്ചനെന്തു വിഷമമായിരിക്കും. അവന് വിഷമം എന്ന് വെച്ചാൽ ഇവന്മാരെല്ലാം ഇങ്ങനെ വിട്ടാ പറയുന്ന. അതേസമയം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഇപ്പൊ ഇതിന് നല്ല ആൻസർ കൊടുക്കാനുമായിരുന്നു. ഈ മുരളീധരനെ ഇത്രയും നേരത്തെ തെമ്മാടിത്തരം കാണിച്ചതെന്ന് പറയാൻ പറ്റത്തില്ലയോ? അവനെ എത്ര ഒരു ശബ്ദരേഖ കേട്ടോണ്ട് എത്ര അവനെ കൊലക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ എന്താ ചുമ്മാ ഇരിക്കരുത്, ഒന്ന് ഒരു വാക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ലേ? അതുപോലെ തന്നെ കാലുവാരി ഉസ്മാന് പറയാൻ പറ്റത്തില്ലേ? നിങ്ങൾ എപ്പോഴും അവന്റെ പുറകെ നടക്കുന്ന എന്തിനാ? അവനെ എന്തോ ചെയ്തിട്ടാ? അതിലും എത്ര ചെയ്തവരിവിടെ ഇപ്പുറത്ത് കിടക്കുന്നു. കമ്മ്യൂണിസ്റ്റിനകത്ത് പകുതി പേരും അതല്ലേ എന്ന് പറയാൻ ആ ഉസ്മാൻ രമേശൻ കാലുവാരിക്ക് പറ്റത്തില്ലേ? അവന്റെ പോക്കറ്റ് നിറയെ നോക്കിയിരിക്കുക. എങ്ങനെയും അവന് പമ്മി നടക്കുക. ഇപ്പം ഇവൻ ഇവിടോട്ട് വരാത്തതുകൊണ്ട് മറ്റേ ആരാ വേണുഗോപാൽ ഇവൻ അങ്ങ് നടക്കുക ഓപ്പോസിഷൻ ലീഡർ ആകാൻ വേണ്ടി, പ്രതിപക്ഷ നേതാവാകാൻ അവൻ നോക്കി നടക്കുക. അവന് കിട്ടുവാന്നെ അവന് സുഖിക്കാവല്ലോ 5 വർഷം സുഖമായിട്ട്. ഒരു മന്ത്രിയെക്കാട്ടിലും സുഖമായിട്ടിരിക്കാവല്ലോ ഇവൻ ഇരുന്ന പോലെ. ഇവൻ വിളിക്കാത്തവനെ കൊണ്ട് ആര് തന്നെ ഇത് ചെയ്തു ഓപ്പോസിഷൻ ലീഡറാക്കി, പ്രതിപക്ഷ നേതാവാക്കി? എനിക്കറിയത്തില്ല. ഈ വിളിക്കാത്തവനെ, ഒരു കഴിവില്ലാത്തവനെ ആരാക്കിയത്? ആക്കിയവർക്ക് തന്നെ തിരിച്ച് അടി കിട്ടി. ഞാൻ കോഴിക്കോട് നിന്ന് വിളിക്കുവാണേ. ആനി ന്യൂസൊക്കെ കാണുമ്പോ മനസ്സിലാകുന്നതേ, രണ്ടാമതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ട് ഇവൻ പൊന്തി വന്നാല് കേക്കച്ചനെ കഴിഞ്ഞ് മോളിൽ കയറുമെന്ന് കേക്കച്ചന് പേടിയാണ്. അപ്പൊ ഇവനെ അടിച്ചൊതുക്കി ഇരുത്താനായിരിക്കും അവരുടെ പരിപാടി. ഈ കോൺഗ്രസ്സുകാരെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് അങ്ങേരെ ഇവരെന്തിനാ അതൊക്കെ ചെയ്തത്? ഇവരും കൂട്ടുകൂടി നിന്ന് മാർക്സിസ്റ്റുകാരുടെ കൂടെ കൂടി നിന്ന് ഇവരെ അങ്ങേരെ കൊന്നു എന്ന് തന്നെ പറയാനേന് എനിക്ക് മടിയില്ല. ഉപദ്രവിച്ച് കണ്ണി ചോരയില്ലാത്ത പരിപാടി. അതുപോലെ തന്നെ ഈ കൊച്ചിനെ ഇവരിങ്ങനെ നശിപ്പിക്കുക. ഇവരെല്ലാം മുകളിൽ വരും. ഇവരെല്ലാം എല്ലാവരിലെ കഴിഞ്ഞും മിടുക്കനാ, നല്ലതുപോലെ ഇവരെ കഴിഞ്ഞൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. നല്ല മിടുക്കനാവൻ. അവർക്ക് നല്ല കുശുമ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയാനുണ്ട്. സാർ, നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഈ ചെറുക്കനെ ഇങ്ങനെ വേട്ടയാടരുത് സാർ. ഈ ശബരിമല മുഴുവൻ കൊള്ളയടിച്ച് അവരെ ആദ്യം നിങ്ങൾ പിടിച്ച് ജയിലിലാക്ക്. ആ പുറകെ ആദ്യം പോകും. നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? നിങ്ങൾ പെണ്ണുങ്ങളോട് മിണ്ടത്തില്ലായിരുന്നോ? നിങ്ങൾ ആരെ സ്നേഹിച്ചിട്ടില്ലേ? ഇതൊന്നും നടന്നിട്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുണ്ട്. ഈ കുട്ടി എന്തോ പറഞ്ഞു മിണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ ഇപ്പൊ ഇത് എടുത്തിട്ട് പരിപാടിയാക്കി നടക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് നീതി നടത്തണം കേരളത്തില്.
ഞങ്ങളുടെ എല്ലാ മുഖ്യമന്ത്രിയാണ് അങ്ങ് ഇത് ചെയ്യരുത്, ആ കുട്ടിയോട് ഇത് ചെയ്യരുതെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാ. ഞാനും ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, എനിക്കും പ്രായമായ ഒരു സ്ത്രീയാണ് ഞാൻ. സങ്കടമുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. നീതി ന്യായമൊക്കെ നടത്തണം അങ്ങ്, അല്ലാതെ കള്ളത്തരം കാണിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ഈ പരിപാടി നിർത്തലാക്കണം എന്നുകൂടി ഞാൻ പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടം വിജയിക്കട്ടെ, അവന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. നല്ല മിടുക്കനായിട്ട് ഇതിൽ നിന്ന് തിരിച്ചു വരണം. പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങ് അവന്റെ ആ സസ്പെൻഷൻ പിൻവലിച്ചവനെ തിരിച്ചെടുക്കണം. അവൻ കേരളത്തിന് ഒരു അസറ്റാണ്. നിങ്ങളെ കഴിഞ്ഞും ഒക്കെ മുകളിൽ വരും അവൻ. അവനൊരു കള്ളത്തരവും ഇല്ല. അവന്റെ പ്രായം നിങ്ങൾ പരിഗണിക്കണം, ചെറിയ കുട്ടിയാവൻ. ചെറുപ്പകാലത്ത് അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം. ആ പെൺകുട്ടിക്ക് പരാതിയില്ലല്ലോ, അവിടെ ഒരു കേസും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ വേട്ടയാടുന്ന ഒരാളെ? അന്യായമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിർത്തണം. അവനെ തിരിച്ചെടുക്കണം, അവനെ കൂട്ടുപിടിക്കണം. എന്നാലേ അടുത്ത ഭരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിനെ പുറത്താക്കി കോൺഗ്രസിന് ഭരിക്കാൻ പറ്റുള്ളൂ. സത്യസന്ധമായ ഒരു ഭരണം നിങ്ങൾ കാഴ്ചവെക്കണം ഈ കേരളത്തില്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.